പുള്ളിയുടെ പേര് ശ്രീജു സുരേന്ദ്രൻ എന്നാണ്. പുള്ളി ദുബായിലാണ്, ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് പരിപാടി. ഇപ്പം നാട്ടിലും അതൊക്കെ തന്നെ പരിപാടിയായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടി, തിരിച്ച് ദുബായിലേക്ക് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം കല്യാണത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് ഞാനങ്ങ് പറയാം. ഇപ്പോഴേ കല്യാണം ഇല്ല, മിനിമം ഒരു 6 മാസം. കാര്യം അനിയത്തി കൊച്ച് അവൾ UK പുള്ളിയുടെ അനിയത്തി കൊച്ച് UK അവൾ വന്നിട്ടില്ല. അവൾ ഓഗസ്റ്റിലേക്ക് വരും. അപ്പം നമ്മൾ ഓഗസ്റ്റിലേക്ക് വരും. അപ്പം നമ്മളൊന്ന് ചർച്ചയിൽ വെക്കും. പിന്നെ ചിലപ്പം 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു എൻഗേജ്മെന്റ് പ്രണയം തുടങ്ങുന്നത് +2 2012 11-12 ആ സമയത്ത് +1 +2 തൊട്ടുള്ള അന്ന് തൊട്ടേ ഉള്ള റിലേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ പ്രൊഫഷണലി നേഴ്സാണ്, നേഴ്സിംഗ് ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കണക്ഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരെല്ലാവരും വിചാരിച്ച് പണ്ടത്തെ കൊച്ചുങ്ങളല്ലേ അത് മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളതിന് കണ്ടിന്യൂ ആയി അവർ അതെ. കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ പേരൻസിൻ്റെയൊക്കെ സമ്മതമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം അങ്ങനെയായിരുന്നു. എന്തോ കഴിഞ്ഞ വർഷം എൻ്റെ ചേച്ചി വന്ന ആ സമയത്താണ്, കഴിഞ്ഞ വർഷം ചേച്ചിയാണ് ഇതിനെല്ലാം മുൻകൈ എടുത്തത്. പക്ഷേ ഈ ഒരു കാലത്ത് ഇത്രയും കാലം പ്രണയിച്ച് നടക്കാനൊക്കെ പറയുമ്പോൾ അത് ഇത്രത്തോളം പോസിബിൾ അല്ലേ? തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മുടെ കൂടെയൊക്കെ ആ സമയത്തൊക്കെ പ്രണയം തുടങ്ങി ഒരുപാടെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തോ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1 ഇയർ ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായത് ആ സമയത്താണ്. അങ്ങനെ എതിർപ്പുകളെ ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഇഷ്യൂ നമ്മുടെ ഈ ഇതിൻ്റെ പ്രശ്നമാണ്. കാസ്റ്റ് ആയിരുന്നു പ്രശ്നം. പിന്നെ നമ്മുടെ പേരൻസിനോട് സംസാരിച്ചപ്പോൾ എന്തോ ഭാഗ്യവശാൽ അവർ നമ്മളെ ഭയങ്കരമായിട്ട് ഒന്നും പറഞ്ഞില്ല അല്ലേ. എന്ന് വെച്ചാൽ അവർ മാക്സിമം അവർ പറഞ്ഞു നോക്കി. എന്നാൽ ഡയറക്റ്റായിട്ട് ഞങ്ങളോട് അങ്ങനെ വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ വിചാരിച്ച് ചിലപ്പോൾ മാറും എന്നുള്ള വിചാരിച്ചിരുന്നേ ആയിരിക്കാം. പക്ഷെ എന്തോ നമുക്കും ആഗ്രഹം 2 പേരൻസും ഒരുപോലെ വന്ന് നമ്മളെ അനുഗ്രഹിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. സോ അത് എന്തായാലും ഇത്രയും നാൾ നമ്മൾ ഈ 13 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. 1 ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു. അത് ബ്രേക്കപ്പ് ആയതാണോ? അല്ലല്ല, ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, നമ്മൾ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റിങ്ങും അല്ലേ, മെസ്സേജ് അയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് വെച്ച് ചെറിയ എവിടെ ഏത് റിലേഷനിലാണ് ഇല്ലാത്തത് ചെറിയ പിണക്കങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്നും എപ്പോഴും ഇപ്പം ഞാൻ ഡയറക്റ്റ് അറിഞ്ഞില്ലേലും വേറൊരാൾ വഴി നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്ന് തോന്നിയത് ഏതൊരു സിറ്റുവേഷനിലായിരുന്നു? ഈ 1 ഇയർ ആണ് കാര്യം. അതെ ആ ഒരു 1 ഇയറിലാണ് നമുക്ക് കൂടുതൽ മനസ്സിലായത്. അത് നെർസായിരുന്നു, അതിനുശേഷം ആക്ടിങ്ങിലോട്ട് പോയി. അപ്പോൾ ആക്ടിങ്ങിനെ എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇഷ്ടമല്ലേ, അത് എത്രത്തോളം ചെയ്യാനാണെങ്കിൽ അത് ചെയ്യട്ടെ. തിരിച്ച് ജോലിക്ക് പോകാനാണെങ്കിൽ അങ്ങനെ രണ്ടിനും സപ്പോർട്ടാണ്. ആളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ അതിനെ മുമ്പോട്ട് വിട്ട് അതെല്ലാം പഠിച്ച് നേഴ്സിംഗ് ആ ഫീൽഡിൽ പോകാനാണെങ്കിൽ അങ്ങനെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ആളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, എന്നോട് +2 ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണ്. താങ്ക് യു സോ മച്ച്. ആളിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എടുത്തു പറയാനായിട്ടും എടുത്തു പറയാനെന്താ, ആരോടും ആദ്യം ഇഷ്ടം പറഞ്ഞു ആ കാലത്ത്? ഞാനായിരുന്നു അല്ലേ. ആരോ കൂടുതൽ സാക്രിഫൈസ് ചെയ്യാം? ഞാന് അല്ല കേട്ടോ. പിണക്കുണ്ടായ ആദ്യം ആരാണ് മാറ്റുന്നത്? 2 പേരും നമ്മളൊരു ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 12 o'clockനകത്ത് നൈറ്റ് 12 o'clockനകത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കണമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ 11 വർഷം വരെ അങ്ങനെ തന്നെയായിരുന്നു. 12ാമത്തെ വർഷമാണ് 10 വർഷം അങ്ങനെ തന്നെയായിരുന്നു. 11ാമത്തെ വർഷമാണ് ചെറിയൊരു ഉടക്ക് വന്നത്. പക്ഷെ അത് നമ്മൾ അങ്ങനെ പറഞ്ഞ് തീർത്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഓക്കെ ആയി. അങ്ങനെ ഇന്റർകാസ്റ്റ് മാരേജിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു?
പ്രോബ്ലം എല്ലാം പ്രോബ്ലം ആയിരുന്നു. പ്രത്യേകിച്ച് പ്രോബ്ലം എന്ന് പറയാൻ നമുക്ക് വീട്ടുകാരുടെ സമ്മതം അതായിരുന്നു. വീട്ടുകാരെ സമ്മതം. പിന്നെ ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്ക് പള്ളിപരമായിട്ട് കുറച്ച് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ പേരൻസ്, ഞാൻ രണ്ടുപേരും പേരൻസ് പെട്ടെന്ന് തന്നെ പൈസ പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ടായിരിക്കാം. നമുക്കിപ്പോൾ ഒരുപാട് പ്രണയങ്ങളുണ്ട് ഇങ്ങനെ ഇന്റർ കാസ്റ്റിൽ. അവരൊരു പരിധി കഴിയുമ്പോൾ ഇത് ബ്രേക്കപ്പ് ആയി അങ്ങ് പോവുകയാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് പേരൻസിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. എത്രയൊക്കെയാണെങ്കിലും പേരൻസിനെ വിഷമിപ്പിച്ചുകൊണ്ടൊന്നും ചെയ്യരുത്. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ പണ്ടേ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. എന്തെങ്കിലും ഇറങ്ങിപ്പോവും അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് അന്നേ അത് ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹം എൻ്റെ പേരൻസിന് ഒരു വിഷമം ഉണ്ടാവരുത്, ചേട്ടന് ആഗ്രഹം ഒരു പ്രശ്നം ഉണ്ടാകരുന്നായിരുന്നു. അപ്പം നമ്മൾ രണ്ട് വീട്ടുകാരെ ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം നമ്മൾ വെയിറ്റ് ചെയ്തത്. പരമാവധി ഏത് കാസ്റ്റാണെങ്കിലും പേരൻസിനെ വിഷമിപ്പിക്കാതിരിക്കുക. കല്യാണം ഇനി ഇത്രയും ലേറ്റായി നടത്തണമെന്ന് ഞാൻ പറയാം, എൻ്റെ സിസ്റ്റർ UK-ലാണ് അന്നേരം. അതുകൊണ്ട് മെയിൻ കാര്യം റീസൺ അതാണ്. അവള് കൊച്ചു വരാൻ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ, എനിക്കോ എന്തെങ്കിലും തിരിച്ചു പോകാൻ എന്തെങ്കിലും ഫ്രീ ആവുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ വീണ്ടും 6 എന്നുള്ള ചിലപ്പോൾ 1 വർഷമാവും നീണ്ടുപോകും. അങ്ങനെ മിനിമം എന്തായാലും 6 മാസം എടുക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാവി പരിപാടികളെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? അങ്ങനെ ഞങ്ങൾ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഈ നിമിഷം വരെയുള്ള ഒന്നും. ഇപ്പൊ ഈ നടന്നത് പോലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വീട്ടുകാർ സംസാരിച്ചു, പെട്ടെന്ന് അങ്ങ് നടത്തിയതാണ്. എൻ്റെ ചേച്ചി വരുന്നെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്ന് വരുന്നില്ലെന്നായി. പിന്നെ പെട്ടെന്ന് ഇന്നലെ പ്രതീക്ഷിക്കാതെ പുള്ളിക്കാർക്ക് സർപ്രൈസ് ആയിട്ട് ഇന്നലെ വന്നു. അങ്ങനെ ചേച്ചിയാണ് ഇതിന് മെയിനായിട്ട് മുൻകൈ എടുത്തത്.